പ്രിയ സുഹൃത്തുക്കളെ, ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര ദ്വീപാണ് സെയിന്റ് ഹെലീന. 1815 മുതൽ 1821 മരണം വരെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നാടുകടത്തിയ സ്ഥലം. ഇവിടെയാണ് ജോനാഥാൻ എന്ന 193 വയസ്സുള്ള ആമയുള്ളത്. 1832 ജനനം. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വയസ്സുള്ള ജീവിയാണിത്. 1882 ജോനാഥാന് 50 വയസ്സുള്ളപ്പോൾ മറ്റ് 3 ആമകൾക്കൊപ്പം ജോനാഥാനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീഷെൽസിൽ നിന്ന് സെയിന്റ് ഹെലീനിലേക്ക് കൊണ്ടുവന്നു. 1930കളിൽ ഗവർണറായിരുന്ന സർ സ്പെൻസർ ഡേവിസ് ആണ് ആമയ്ക്ക് ജോനാഥാൻ എന്ന് നാമകരണം ചെയ്തത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ പ്ലാന്റേഷൻ ഹൗസിൻ്റെ അടിയിലാണ് ആമ ഇപ്പോൾ ഉള്ളത്. സെയിന്റ് ഹെലീന സർക്കാർ അതിനെ പരിപാലിച്ചു പോകുന്നു. ഈ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര ദ്വീപാണ് സെയിന്റ് ഹെലീന. 1815 മുതൽ 1821 മരണം വരെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നാടുകടത്തിയ സ്ഥലം. ഇവിടെയാണ് ജോനാഥാൻ എന്ന 193 വയസ്സുള്ള ആമയുള്ളത്. 1832 ജനനം. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വയസ്സുള്ള ജീവിയാണിത്. 1882 ജോനാഥാന് 50 വയസ്സുള്ളപ്പോൾ മറ്റ് 3 ആമകൾക്കൊപ്പം ജോനാഥാനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീഷെൽസിൽ നിന്ന് സെയിന്റ് ഹെലീനിലേക്ക് കൊണ്ടുവന്നു. 1930കളിൽ ഗവർണറായിരുന്ന സർ സ്പെൻസർ ഡേവിസ് ആണ് ആമയ്ക്ക് ജോനാഥാൻ എന്ന് നാമകരണം ചെയ്തത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ പ്ലാന്റേഷൻ ഹൗസിൻ്റെ അടിയിലാണ് ആമ ഇപ്പോൾ ഉള്ളത്. സെയിന്റ് ഹെലീന സർക്കാർ അതിനെ പരിപാലിച്ചു പോകുന്നു. ഈ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര ദ്വീപാണ് സെയിന്റ് ഹെലീന. 1815 മുതൽ 1821 മരണം വരെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നാടുകടത്തിയ സ്ഥലം. ഇവിടെയാണ് ജോനാഥാൻ എന്ന 193 വയസ്സുള്ള ആമയുള്ളത്. 1832 ജനനം. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വയസ്സുള്ള ജീവിയാണിത്. 1882 ജോനാഥാന് 50 വയസ്സുള്ളപ്പോൾ മറ്റ് 3 ആമകൾക്കൊപ്പം ജോനാഥാനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീഷെൽസിൽ നിന്ന് സെയിന്റ് ഹെലീനിലേക്ക് കൊണ്ടുവന്നു. 1930കളിൽ ഗവർണറായിരുന്ന സർ സ്പെൻസർ ഡേവിസ് ആണ് ആമയ്ക്ക് ജോനാഥാൻ എന്ന് നാമകരണം ചെയ്തത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ പ്ലാന്റേഷൻ ഹൗസിൻ്റെ അടിയിലാണ് ആമ ഇപ്പോൾ ഉള്ളത്. സെയിന്റ് ഹെലീന സർക്കാർ അതിനെ പരിപാലിച്ചു പോകുന്നു. ഈ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.